യൂട്യൂബിൽ വിജയിക്കണമെങ്കിൽ വാച്ച് ടൈം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. വാച്ച് ടൈം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ചാനലിൽ കൂടുമോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീഡിയോസ് വൈറലാകും. അതുപോലെ വാച്ച് ടൈം ഏതൊരു ചാനലിലും എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ആകുന്നുവോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആകും. കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ, വാച്ച് ടൈം അധികരിക്കാൻ വളരെയധികം വിജയിക്കുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എല്ലാവർക്കും ടെക്കി ലേഡിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ വാച്ച് ടൈം കൂടുന്നില്ലെങ്കിൽ തീർച്ചയായും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ വാച്ച് ചെയ്യണം. ഒരു പോയിൻ്റ് നിങ്ങൾ മിസ് ചെയ്യരുത്. ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ വാച്ച് ടൈമിനെ കുറിച്ച് പറഞ്ഞാൽ തീർച്ചയായും അത് കൂടാതെ കഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ആദ്യത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിൽ ആദ്യത്തെ 1 മിനിറ്റ് വളരെ നിർണായകമായിട്ട് തന്നെ കണക്കാക്കണം. അതെന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ വീഡിയോയുടെ ആദ്യത്തെ 1 മിനിറ്റ് എത്രത്തോളം രസകരമായി അവതരിപ്പിക്കുന്നുവോ നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരം, അത് കേൾക്കുമ്പോൾ തന്നെ ആ വ്യൂവർ എന്താണ് നോക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോയിൻ്റെ ക്വാളിറ്റിയും പറയുന്ന കാര്യങ്ങളും എത്രത്തോളം സത്യസന്ധമാണ്, എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് നിങ്ങൾ വീഡിയോ അവതരിപ്പിക്കുന്നത്, ഇതെല്ലാം ഒരു വ്യൂവർ ശ്രദ്ധിക്കും. അപ്പോൾ ആദ്യത്തെ 1 മിനിറ്റിൽ നിങ്ങളുടെ വ്യൂവേഴ്സിനെ എൻഗേജ്ഡ് ആയി ഇരുത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു എന്നതാണ് സത്യം. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്വാളിറ്റി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ആക്റ്റീവായി വ്യൂവേഴ്സിനെ എൻഗേജ് ചെയ്ത് നിർത്താൻ പറ്റുന്നുവോ അവർക്ക് ഇഷ്ടപ്പെട്ടു വീഡിയോ മുഴുവനും കാണുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് വാച്ച് ടൈം അധികരിക്കണമെങ്കിൽ ഇത് വളരെ നല്ല ഒരു വഴിയാണ്. നമ്മളുടെ വീഡിയോസ് വളരെ ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാനായിട്ട്, അതുപോലെ വ്യൂവേഴ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം സ്ക്രിപ്റ്റിംഗ് ആണ്. അപ്പോൾ പലരും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അവർ അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും എന്താണ് പറയേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടത് എന്ന് ഒരു മുൻധാരണയും ഇല്ലാതെ നമ്മൾ റെക്കോർഡിങ് തുടങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ പോയിൻറ്റ്സ് ഒന്നും നമുക്ക് മനസ്സിൽ വരില്ല. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേക്കും തന്മയത്വമായിട്ട് നമുക്ക് അവതരിപ്പിക്കുവാൻ കഴിയണമെങ്കിൽ നമ്മൾ പോയിൻറ്റ്സ് ഒരു സ്ക്രിപ്റ്റ് പോലെ നമ്മളൊരു നോട്ട്ബുക്കിലോ പേപ്പറിലോ എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ പോയിൻറ്റ്സ് ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മൾ ഈ നോട്ട്ബുക്ക് നോക്കി വായിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പറ്റുമെങ്കിൽ അത് വായിക്കാതെ നേരിട്ട് തന്നെ നിങ്ങൾ പറയാൻ ശ്രമിക്കുക. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പോയിൻറ്റ്സ് വിട്ടു പോകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ആ പോയിൻറ്റുകൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് നോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ എഡിറ്റിംഗ് വരുമ്പോൾ ഒരുപാട് കട്ട്സൊക്കെ വരും. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. പറയേണ്ട കാര്യങ്ങൾ മറക്കാതെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് എന്തിനെ പറ്റിയാണോ നമ്മൾ അവതരിപ്പിക്കുന്നത്, ഈ പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ടല്ലോ നമ്മുടെ വീഡിയോയിൽ, അത് ആദ്യമേ തന്നെ പറയാതിരിക്കുക. കാരണം നമ്മുടെ അവതരണത്തിൽ ഒരു സസ്പെൻസൊക്കെ ബിൽഡപ്പ് ചെയ്ത് വന്ന് കാണികളെ പിടിച്ചിരുത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പോയിൻ്റ് അവസാനം പറഞ്ഞാൽ മാത്രമേ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചില മലയാളം സീരിയലുകളൊക്കെ കണ്ടിട്ടില്ലേ, അത് അവസാനം വരെ സസ്പെൻസ് ഒന്നും പറയാതെ ഇങ്ങനെ നീട്ടി പോകുമ്പോഴേക്കും ആളുകൾ വന്നിട്ട് ഈ സസ്പെൻസ് അറിയാനായിട്ട് ഇങ്ങനെ കാത്തിരുന്ന് കാണുന്നത് വളരെ സാധാരണമാണ്. പക്ഷേ ഞാൻ അതുപോലെ വലിച്ചു നീട്ടി എന്നല്ല പറയുന്നത്. ആദ്യമേ പ്രധാനപ്പെട്ട പോയിൻ്റ് പറഞ്ഞാൽ അത് കേട്ടിട്ട് അത് മാത്രം ശ്രദ്ധിച്ചിട്ട് ആ വ്യൂവർ വന്നിട്ട് വീഡിയോയിൽ നിന്നും പോകും. അപ്പോൾ നമ്മൾ സാധാരണ വീഡിയോ ഒരു 60-70% കഴിഞ്ഞ് മാത്രം മെയിൻ പോയിൻ്റ് പറയുക. അതുപോലെ തന്നെ നമ്മൾ ആ വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്ക് വ്യൂവേഴ്സിനെ വീഡിയോയുടെ അവസാനം വരെ കാണാൻ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കുക. അത് അവർക്കൊരു മോട്ടിവേഷനാവും. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൻ്റെ പ്രയോജനം വന്നിട്ട് ആ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട് എന്നൊരു ധാരണ നമ്മൾ വ്യൂവർക്ക് ഉണ്ടാക്കണം. കാരണം അങ്ങനെ ഒരു ധാരണ ഉണ്ടാകുമ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ആ വ്യൂവർ വന്നിട്ട് അതുവഴി നമ്മളങ്ങനെ പറയുന്ന വഴി ഒരു പോസിറ്റീവ് എനർജിയാണ് ആ വ്യൂവർക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് ഈ വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊരു ആകാംക്ഷ നിലനിർത്തി നമ്മൾക്ക് വ്യൂവേഴ്സിനെ പിടിച്ചു നിർത്താനായിട്ട് വീഡിയോയുടെ അവസാനം വരെ അവരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും.
ഇനി അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോയിൻ്റെ ദൈർഘ്യം, ഡ്യൂറേഷനാണ്. അപ്പോൾ 5 മിനിറ്റിൽ കൂടുതലും 15 മിനിറ്റിൽ താഴെയും ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ 5 മിനിറ്റിന് കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോസ് വന്നിട്ട് യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി കുറയാതെ തന്നെ കുറച്ച് ഡ്യൂറേഷൻ കൂടുതലുള്ള വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇപ്പോൾ ഷോർട്സിൻ്റെയൊക്കെ കാലഘട്ടമായതുകൊണ്ട് ഒരുപാടങ്ങ് സമയം വർദ്ധിപ്പിച്ചാലും അത് വ്യൂവേഴ്സ് മുഴുവനും കാണാറില്ല. പക്ഷേ 15 മിനിറ്റിൽ താഴെ എന്ന് പറയുമ്പോൾ ഒരു 12 മിനിറ്റോ 9 മിനിറ്റോ ഒക്കെ ആയാൽ അത് വളരെ നല്ലതാണ്. പിന്നെ വീഡിയോ എടുക്കുന്നതിൽ ഒരിക്കലും ഒരു കുറവും വരുത്തരുത്. പക്ഷേ നമ്മൾ എപ്പോഴും നല്ല കണ്ടൻറ്റ്, അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ഈ കാണുന്നവർക്ക് കൊടുക്കാനായിട്ട്, നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ അടുത്തതായി കാണുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ടത് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, ഈ വ്യൂവേഴ്സിന് നമ്മൾ ഉദാഹരണ സഹിതം വീഡിയോ അവതരിപ്പിച്ചാൽ അവർക്കത് മനസ്സിലും തങ്ങി നിൽക്കും. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടൻറ്റ് നമ്മളിപ്പം വിശദീകരിക്കുമ്പോൾ നമ്മുടെ സൈഡിൽ തന്നെ സ്ക്രീനിൽ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു ചെറിയ വീഡിയോയോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചറോ സ്ക്രീൻഷോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് നമ്മളത് വിശദീകരിച്ചാൽ അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അവർ നല്ലവണ്ണം വീഡിയോയിൽ എൻഗേജ്ഡ് ആയിട്ട് അങ്ങനെ ഇൻവോൾവ് ആയി ഇരിക്കുമ്പോഴേക്കും സമയം പോകുന്നത് അവർ അറിയാതെ വീഡിയോ കൂടുതൽ നേരം അവർ ശ്രദ്ധിക്കാനും വാച്ച് ചെയ്യാനും സാധ്യതയുണ്ട്. അതുവഴി നമ്മൾക്ക് വാച്ച് അവേഴ്സും കൂടിക്കിട്ടും. അപ്പോൾ നമ്മുടെ പ്രധാന ലക്ഷ്യം എന്താണ്? നമ്മളുടെ വാച്ച് അവേഴ്സ് കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആളുകളെ പിടിച്ചിരുത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന പല വഴികളുമാണ് ഞാൻ ഈ പറയുന്നത്. അടുത്ത വിഷയം നമ്മൾ ഗൗനിക്കേണ്ടത് നല്ല ചിന്താശേഷിയുള്ള കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുക എന്നതാണ്. അതായത് നമ്മളുടെ വീഡിയോസ് നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ് എന്താണെന്ന് അവർക്ക് ഒരുപാട് അവർ ചിന്തിക്കാൻ ഇടയുണ്ട്. അവർ ചിന്തിക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴേക്കും അവരങ്ങനെ ചിന്തിക്കുന്നതെന്ന് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നൽ വരുമല്ലേ. അപ്പം നമ്മളിങ്ങനെ അവതരിപ്പിച്ചാൽ അവർ നല്ലവണ്ണം ഇതിനെക്കുറിച്ച് ചിന്തിക്കും. അത് ചിന്തിച്ചുകൊണ്ട് തന്നെ അവർ കൂടുതലും വീഡിയോ മുമ്പോട്ട് കാണാൻ ആഗ്രഹിക്കും. അങ്ങനെ വാച്ച് അവേഴ്സ് കൂടും എന്നുള്ളത് നമ്മൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ക്യാമറ ട്രിക്ക്. അതായത് നമ്മൾ ഈ ഷൂട്ടിങ്ങിനൊക്കെ പല ക്യാമറാസ് പല പൊസിഷനിൽ വെച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് അതുപോലെ തന്നെ ഈ പല പൊസിഷനിൽ നിന്നും ക്യാമറ വെച്ചിട്ട് ഈ പല ആംഗിളിലൊക്കെ ഷൂട്ട് ചെയ്താലും നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ കൂട്ടി അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ഈ കാണുന്നവർക്ക് വന്നിട്ട് ഈ ഒരുപാട് ആംഗിളിൽ നിന്നൊക്കെ എടുക്കുമ്പോഴേക്കും നല്ല ഒരു പ്രതീതി ഉണ്ടാകും. ആ വീഡിയോ വാച്ച് ചെയ്യുമ്പോഴേക്കും അത് അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നുന്ന രീതിയിൽ നമ്മൾക്കത് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ വീഡിയോസിൻ്റെ വ്യൂസും വാച്ച് അവേഴ്സും നന്നായിട്ട് വർദ്ധിക്കും. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതിൽ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് ഈ വീഡിയോ കണ്ടാൽ വളരെ ഉപകാരമായിരിക്കും എന്നൊക്കെ പറയാം. ഒരു വീഡിയോ ഇട്ടാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ തന്നെ പഴയ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അതും പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഉപയോഗമൊക്കെ ഇതുവഴിയുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസിലും ആളുകൾ വന്ന് കണ്ടിട്ട് അതിൻ്റെ വാച്ച് അവേഴ്സ് കൂടാൻ ഉപകരിക്കുന്ന ഒരു കാര്യം കൂടെയാണ് ഇത്. പിന്നെ പ്രധാനമായും വീഡിയോ എടുക്കുമ്പോഴേക്കും നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് വേണം സംസാരിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മുഖം വന്നിട്ട് ഹാപ്പി ആയിട്ടായാലും നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു എനർജറ്റിക് ആയിട്ട് ഉള്ളൊരു ഫീല് വന്നിട്ട് നമ്മളുടെ വ്യൂവേഴ്സിനും നമ്മൾ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയാണ് എന്ന് കാണുമ്പോഴേക്കും അവർക്കൊരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ അങ്ങനെയൊക്കെ അവർക്ക് തോന്നുന്ന രീതിയിൽ വേണം നമ്മുടെ പ്രസൻറ്റേഷൻ, നമ്മുടെ അവതരണം വളരെ പ്രധാനമാണ്. ഈ ഉറക്കം തൂങ്ങി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഓജസ്സും ഇല്ലാതെയൊക്കെ ഉത്സാഹമൊക്കെ ഇല്ലാതെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്ന പോലെ അങ്ങനെ പോയാലൊന്നും അത് കാണികളെ പിടിച്ചിരുത്താനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് അതിനെ അവതരിപ്പിച്ച് നല്ല ഈ ഊന്നൽ കൊടുക്കേണ്ട വാക്കുകളൊക്കെ സ്ട്രെസ് ചെയ്ത് അങ്ങനെയൊക്കെ വാക്കുകളെ ബലപ്പെടുത്തേണ്ട അടുത്തൊക്കെ അങ്ങനെയൊക്കെ സംസാരിച്ചാൽ മാത്രമേ അവർക്ക് നമ്മുടെ വീഡിയോ മുഴുവനും കാണാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകും. ഇനിയുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മളുടെ പേഴ്സണാലിറ്റി നമ്മൾ കീപ്പ് ചെയ്തിട്ടും വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഒരുവിധം നല്ല
വേഷം ഡ്രസ്സിങ് ഒക്കെ ഒരുവിധം നല്ലതായിട്ട് ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ കുറച്ച് മേക്കപ്പും അങ്ങനെ കാണാനായിട്ടുള്ളൊരു പ്രസന്നത, ഈ വലിച്ചു വാരിയൊക്കെ അങ്ങനെ ചെയ്യണം എന്നല്ല, പ്രസൻറ്റബിളായിട്ട് നല്ല രീതിയിൽ വസ്ത്രധാരണവും മേക്കപ്പും, അങ്ങനെ ഞാൻ ഫിലിം സ്റ്റാറിനെ പോലെ വരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ വന്നാൽ വീഡിയോയുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ ഒരു അടിപൊളി ലുക്ക് ഒക്കെ വരുമ്പോഴേക്കും ഈ ആളുകൾക്കും വളരെ അവർ സന്തോഷമായിട്ടും ഉത്സാഹമായിട്ടും നമ്മൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കാനും ഒക്കെ അവർക്കും വളരെ താല്പര്യമുണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന് അത് ഓട്ടോമാറ്റിക്കലി തന്നെ ഒരുപാട് വ്യൂസും, അപ്പോൾ അങ്ങനെ വ്യൂസ് വന്ന് ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ക്ലിക്ക് ചെയ്താൽ ധാരാളം പേര് ആ വീഡിയോ കാണാൻ ഇടയായാൽ അതുവഴി നമ്മളുടെ വാച്ച് അവറും നന്നായിട്ട് വർദ്ധിക്കും. അപ്പോൾ നമ്മളുടെ വീഡിയോസ് യൂട്യൂബ് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചിരുന്നിട്ട് വീഡിയോസ് തയ്യാർ ചെയ്യുമ്പോഴേക്കും നമ്മൾക്ക് വാച്ച് അവേഴ്സ് കുത്തനെ കൂടി ചാനൽ പെട്ടെന്ന് ആ ക്രൈറ്റീരിയ കംപ്ലീറ്റായി മോണറ്റൈസേഷന് നമ്മൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്നത്തെയും പോലെ എന്നും എൻ്റെ ഫാമിലീസ് മൊത്തം ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എന്നെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യാനും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നല്ല നല്ല കമൻസ് ഒക്കെ ഇടുന്നവരും ഒരുപാട് പേര് ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറയാതെ തന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എന്നും രാവിലെ ഞാൻ പുതിയ വീഡിയോസുമായിട്ട് വരും. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.